എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഫ്രൈഡേക്ക് ഞങ്ങളുടെ മാരീഡ് ലൈഫിൽ നല്ലൊരു സ്ഥാനമുണ്ട്. എന്തെന്നാല് പ്രൊഫഷണൽ ലൈഫിൽ വർക്ക് ഫ്രം ഹോം അലൗഡ് ആയിട്ടുള്ള ഞാനും ഓഫീസിലേക്ക് പോകുന്ന എൻ്റെ ഹസ്ബൻഡും ഒരുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് ആശയക്കുഴപ്പം വരുന്ന ദിവസമാണ് ഫ്രൈഡേ. മൺഡേ ടു ഫ്രൈഡേ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഞാനും ഈ പറഞ്ഞ സെയിം ഡേയ്സിൽ തന്നെ കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് ബ്ലോക്കിലൊക്കെ പെട്ട് എഴഞ്ഞു വലിഞ്ഞു പോണ എൻ്റെ ഭർത്താവും ഫ്രൈഡേ ഒരുപോലെ പറയുന്ന ഒന്നാണ്, ഹോയ് നാളെ മരുന്നാൾ ഓഫാണല്ലോ. വീക്കെൻഡ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എക്സൈറ്റ്മെന്റിന് ചെറിയൊരു മാറ്റമുണ്ട്. എൻ്റെ കണ്ണിലെ തിളക്കം നാളെ നമുക്ക് പുറത്തു പോണേ എന്നാണെങ്കിൽ അവൻ്റെ കണ്ണിലെ തിളക്കം നാളെ ഞാൻ ഇങ്ങോട്ടുമില്ല, ഞാൻ ഇവിടെ കടന്നുറങ്ങും എന്നാണ്. ഈ ഒരു ഡിബേറ്റിൽ ആര് ജയിക്കും? മോസ്റ്റ്ലി ഒരു 90s ജെൻസി ദാമ്പത്യം എന്നത് മെച്ചോർഡ് ഹസ്ബൻഡ് പ്ലസ് ഇമ്മെച്ചോർഡ് വൈഫ് തമ്മിലുള്ള ദാമ്പത്യമായിരിക്കും. ഞങ്ങളത് അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഫ്രൈഡേയിൽ നടക്കാറുള്ള ഈ ഒരു വീക്കെൻഡ് ഡിബേറ്റിൽ കൂടുതലും ഞാൻ ജയിച്ചാണ് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ച് ഒരു ഓപ്ഷനും ഇല്ലാണ്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡിന്റെ പോലെ എൻ്റെ വാശിക്ക് വഴങ്ങി വരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ചില വിട്ടുവീഴ്ചകൾ. എൻ്റെ ഒരു ലെക്ക് എന്താന്ന് വെച്ചാൽ എന്നെക്കാൾ കൂടുതൽ ലോങ് ഡ്രൈവ്സും ട്രിപ്പും എല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഹസ്ബൻഡിനാണ്. മിക്ക ലോങ് ഡ്രൈവ്സിലും കാർ കയറിയതിനു ശേഷമാണ് ഞങ്ങൾ എങ്ങോട്ടാണ് അല്ലെങ്കിൽ ഏത് റൂട്ട് എടുക്കണം എന്ന് തന്നെ തീരുമാനിക്കാറ്. ഇങ്ങനെ രണ്ടുപേർക്കും ഓഫൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ രണ്ടുപേരും വീട്ടിലൊക്കെ ഇരുന്ന് വൈകി എണീറ്റ് രണ്ടുപേരും ഒരുമിച്ച് കുക്കൊക്കെ ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്ത് അത് വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. ആ രണ്ട് ടൈപ്പ് ഓഫ് ഫീലിംഗും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു ശനി ഞായറും ഈ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ശനി ഞായർ ആ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആവും. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫീലിംഗ്സ് തിങ്ങി നിറഞ്ഞ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഞങ്ങളുടേത്. ഇനി ഇതൊക്കെ ഇപ്പം എന്തിനാണ് ഞാൻ ഇവിടെ വന്ന് പറയണമെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാകും. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സ്യൂട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നേരില്ലാത്ത നേരത്തെ ഇരുന്ന് വോയിസ് ഓവറൊക്കെ ചെയ്ത് അതിൽ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കി കൊടുത്ത് അതിനൊരു ക്യാപ്ഷനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. മേൽ പറഞ്ഞ പോലെ എല്ലാം ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ്. ഈ പറഞ്ഞു കേട്ട ഫീലിംഗ്സിനൊക്കെ നമ്മുടെ കൂടെ ഒപ്പം നിന്ന് തുള്ളാൻ ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വേറൊരു ടൈപ്പ് ഓഫ് ഫീലിംഗ്.